എടി എന്ന് പറഞ്ഞാലേ രണ്ടു വശവും കൊടും കാടാ. അതിന്റെ നടുക്കൂടുള്ള ഒരു വെട്ടുവഴിയാ. ടാർ റോഡൊന്നും അല്ല അന്നത്തെ കാലത്ത്. അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് 10-25 വയസ്സേ ഉള്ളൂ പ്രായം. രാത്രി ഒരു 12-12:30 1 മണിയായി കാണും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു ടോർച്ച് ലൈറ്റും ഉണ്ടല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് അതിന്റെ സൈഡിൽ ഒരു കുളമുണ്ട്. വലിയൊരു കുളവും ഇപ്പുറത്തൊരു കാവും ഒക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോ എനിക്കൊരു സംശയം വന്നു. പുറകിൽ നിന്ന് എന്തോ ഒരു ചെറിയ ശബ്ദം കേട്ടു. ആ, എനിക്കൊരു ഉൾവിളി ഉണ്ടായി. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് സൈഡിലൊക്കെ നോക്കിയപ്പോഴ് ചെറിയ കാട്ടിനകത്തൊക്കെ ചെറിയ ചെറിയ അനക്കങ്ങൾ. എനിക്ക് പിടികിട്ടി കൊള്ളക്കാരാണെന്ന് എനിക്ക് പിടികിട്ടി. അത് എന്റെ കയ്യിൽ അന്നത്തെ കാലത്തെ 10,000 രൂപയുണ്ട്. ഞാനെന്തോ ചെയ്ത് പതുക്കെ ഞാൻ ഈ കാശെടുത്ത് ഞാൻ മുഖത്തോട്ടങ്ങ് തിരുമ്മി വെച്ച് ഞാൻ മുണ്ടങ്ങ് തട്ടുടുക്കാന്ന് പറഞ്ഞാൽ നമ്മള് താറുടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ എടുത്ത് ഇവിടെ കൂടെ വന്ന് ഇങ്ങനെ കുത്തും. ബാൻഡ് പോലെ ഉടുക്കണേ. ആ, എന്നിട്ട് ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പൊ എന്തുവാ, രണ്ടുപേര് വാളും പിടിച്ച് നിൽക്കുക. സൈഡിലോട്ട് നോക്കി, അവിടെയും 2 പേര്. അങ്ങോട്ട് നോക്കി, അവിടെയും 2 പേര്. ഇങ്ങോട്ട് നോക്കി, അവിടെയും 2 പേര്. ഇങ്ങോട്ട് നോക്കി. മൊത്തം എത്ര പേരുണ്ടായിരുന്നു? മൊത്തം ഒരു 10-12 പേരെങ്കിലും കാണും. വാളും പിടിച്ച് ചുറ്റും ഇങ്ങനെ നിൽക്കുക. ഞാനൊന്ന് ആലോചിച്ച് ഓടണോ വേണ്ടായോ എന്നിട്ട് അവസാനം തീരുമാനം എടുത്തു. ഓടണ്ട, ഫൈറ്റ് ചെയ്യാൻ തീരുമാനം. എന്റെ അരയില് ഒരു ഇതുണ്ടായിരുന്നു, ചുരിക എന്ന് പറഞ്ഞാൽ ഈ വാള് തന്നെ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത് ഉറുമിയുണ്ട്. ഞാനത് പതക്കി ഇങ്ങോട്ട് എടുത്തു. പിന്നെ ഒരു 5, 10, 15, 20, 25, 30, 35, 45 മിനിറ്റ് ഞാൻ ഫൈറ്റ്. അവസാനം ഓടി. ഞാനല്ലടി, ആ 12 അമ്മമാരും ഓടി, വാളും കൊണ്ട് ഓടി. അങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്റെ ജീവിതത്തിൽ. എന്റെ മാമ ഒന്നാമതെ പഠിച്ചിട്ട് ഞാൻ എനിക്ക് ഇവിടെ തലവേദന എടുത്തിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് മാമന്റെ തള്ളോ? പിന്നെ ഇത് സത്യോടി. സത്യം താണ്ട നിന്നാണ് സത്യം. എനിക്ക് വല്ലതും പറ്റുമോ? എനിക്കൊന്ന് 10-25 വയസ്സല്ലേ ഉള്ളു. നല്ല ആരോഗ്യമില്ല. ഈ കളരിയെല്ലാം അറിയാം. നിനക്കറിയാവല്ലോ, ഈ അടുത്ത കാലം വരെ ഞാൻ അടിക്കും വെള്ളത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലയോ. ഇവിടെ വന്ന് തന്നെ എത്ര ഞാൻ ആ പോലീസുകാരനൊക്കെ അടിച്ചറിയാവോ നിനക്ക്? അതൊക്കെ ശരി തന്നെ. ഇപ്പം മാമന ആ സ്വഭാവം ഉണ്ടോ? അതെന്തുകൊണ്ടാ? അതെന്ന് പറഞ്ഞാലേ നിങ്ങളിപ്പൊ പ്രായമായി വരികയല്ലയോ. പ്രായമായെന്നല്ല, നിങ്ങളിപ്പൊ ചെറുപ്പമായി വരികയല്ലയോ. അല്ല, നിങ്ങൾ പ്രായം വളർന്നു വന്നപ്പോഴ് മാമനിങ്ങനെ അടിക്കും വെള്ളത്തിനും പോലീസ് കേസും ഒക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്കല്ലേ അതിന്റെ നാണക്കേട് അല്ലേ? അതുകൊണ്ടാ മാമൻ അങ്ങ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. അത് മാത്രമല്ലടി, മാമൻ അങ്ങനെയൊക്കെ നടന്നാലേ നിനക്കൊരു നല്ല പയ്യനെ കിട്ടത്തില്ല. അതാ. ഹലോ, എവിടെ ഉണ്ട്? ഓക്കെ. ഞാനിങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. സുഖമായിട്ടിരിക്കുന്നല്ലോ. 10,000 രൂപ ചേട്ടാ, അതൊക്കെ വെട്ടിപ്പ് കാര്യങ്ങളായിരിക്കും, അതൊക്കെ പറ്റിപ്പ് കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ ഇപ്പോഴത്തെ കാലത്ത്? അങ്ങനെ ഒന്നും എവിടെ നിനക്കനുഭവം ഉണ്ടോ? എന്നാലും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല ഇത്രയും വില കൊടുത്തേ വാങ്ങിക്കുമ്പോ അത് പറ്റിപ്പാവുമെന്നാ എനിക്കൊരു പേടി. അല്ല, നീ അത്രയോ ഉറപ്പിച്ച് പറയുന്നോണ്ട് ഞാൻ ഏതായാലും ഞാൻ ആലോചിച്ചിട്ട് പറയാം. വിളിക്കാം ഉറപ്പ്. എന്നാ വെക്കുക. എന്താ കാര്യം? അത് വേറൊരു കാര്യമുണ്ട്. എന്താ?
പറയാം. വന്നേ, വാ. വാ. ഇങ്ങോട്ട് വാടി. എന്തി മാമൻ? മാമോ, മാമാ, ഇറങ്ങി വാ. ഇടി, അവളെ വിളിക്കുക. റിങ്കി, മാമോ, ഇങ്ങോട്ട് വാ. എന്ത് മാമാ? വാ, ഇരിക്കേ. ഇരിക്ക, അങ്ങോട്ട് ഇരിക്കേ. അവളിവിടെ വരട്ടെ. എന്ത് വന്നേ. പറ, എന്തുവാ? അതായത് നമ്മുടെ ഈ കാശിന്റെ വിഷമങ്ങളെല്ലാം തീരാൻ പോവാ. എങ്ങനെ? നമ്മൾ കാശുകാരാകാൻ പോവാ. അതെങ്ങനെയാടാ? അതിന് മാർഗമുണ്ട് മാമ. എന്ത് മാർഗം? അതെ, നേരത്തെ എനിക്കൊരു ഫോൺ കോൾ വന്ന നീ ഓർക്കുന്നുണ്ടോ? അത് ആരാ വിളിച്ചെന്നറിയാവോ? എന്റെ അടുത്ത സുഹൃത്ത് പഞ്ചാബിലുള്ള മഡ്ഗാഡ് സിംഗ്. ലൂധിയാനയില്ല, ലൂധിയാനയിൽ. മഡ്ഗാഡ് സിംഗ്? എന്റെ മാമ മലയാളത്തിലാണല്ലോ സംസാരിച്ചേ. മലയാളത്തിലാണ് സംസാരിച്ച. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അയാളെന്ന് പറഞ്ഞ മഡ്ഗാഡ് സിംഗ് എന്ന് അവിടെ ചെന്ന് പേരിട്ടതാ. അയാൾ തിരുവല്ലക്കാരൻ രഘുനാഥനാ. കുറെ വർഷങ്ങളായിട്ട് അവിടെ ലൂധിയാനയില്. നീ കാര്യം പറ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ രഹസ്യമായിരിക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ 4 പേരല്ലാതെ മറ്റൊരു മനുഷ്യൻ അറിയരുത്. ഓ, എനിക്ക് ഉറപ്പ് തരാവോ? എന്തുവാ കാര്യം? കാര്യം പറ മാമ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാമ എങ്ങനെയാ കാശുണ്ടാകുന്നത്? നമ്മൾ അധ്വാനിച്ച കാശുണ്ടാക്കണം. ആണേ, ഇത് അധ്വാനിക്കാത്ത കാശുണ്ടാകുന്ന ഒരു മാർഗമാണ്. ബാങ്ക് കൊള്ളയടിക്കേണ്ടി വരും. അതിനൊന്നും എന്നെ വിളിച്ചാലേ കേട്ടാ. അയ്യടാ, ബാങ്ക് കൊള്ളയടിക്കാൻ കൂട്ടുകൊണ്ടുപോകാൻ പറ്റിയ സാധനം അതൊക്കെ നീവിരുത്തമാ മാമ. ഇതങ്ങനെ നീവിരുത്തമായ കാര്യമല്ല. നീവിരുത്തമായിട്ടുള്ള കാര്യമല്ല. അല്ലാതെ കാശുണ്ടാകുന്ന ഒരു മാർഗം. അല്ലാതെ എങ്ങനെ കാശുണ്ടാക്കും? പണം കായ്ക്കുന്ന മരം. പണം കായ്ക്കുന്ന മരം. എന്റെ പൊന്നു മാമ, ഒരു മരി LKG പിള്ളേർ പഠിക്കുന്ന കഥ കണക്ക് പണം കായ്ക്കണം മരം. ഈ മഡ്ഗാഡ് സിംഗിനെ എനിക്ക് പണ്ടുപോലെ അറിയാവുന്ന. തിരുവല്ലയിലെ രഘുനാഥനാ. അയാൾ ഇവിടെ കിടന്ന് കറക്ക് കമ്പനിയൊക്കെ നടത്തി പൊട്ടി അവസാനം പഞ്ചാബിലേക്ക് കള്ളവണ്ടി കയറിയതാ. അവിടെ ചെന്നിട്ട് അയാൾക്ക് ഈ ഒരു മരം കിട്ടി, ഈ പണം കായ്ക്കുന്ന മരം. അങ്ങനെ അത് നട്ടു വളർത്തി അയാളങ്ങ് കോടീശ്വരനായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മാമ അയാളുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് കൊട്ടാരം പോലൊരു വീട്, ഒരു 5-8 ഫോറിൻ കാറുകൾ, പിന്നെ ഒരു 6-7 ഫാം ഹൗസ്, 100-200 ഏക്കർ പിന്നെ എസ്റ്റേറ്റ്. അതൊക്കെ പോട്ടെ, 5 ഭാര്യമാര്. 5 ഭാര്യമാര്? അതിലെല്ലാം കൂടെ 10-25 പിള്ളേര്. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക. അവനങ്ങനെ കള്ളം പറയത്തില്ല, എന്നെ പറ്റിക്കത്തൊന്നുമില്ല. 50,000 രൂപ ഒരു മരത്തിന് വില. എത്ര? 50,000 രൂപ. 50,000 രൂപ? ആ 50,000 രൂപയുടെ മരം എനിക്ക് വെറും 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. അവനിപ്പം നാട്ടിലുണ്ട് മാമ. നാട്ടിൽ അവന്റെ ഈ സ്റ്റോക്ക് മരവും ഇരിപ്പുണ്ട്, ഹോൾസെയിൽ റേറ്റിന് തരാമെന്ന് പറഞ്ഞു. ഇപ്പം പോയാ 10,000 രൂപയ്ക്ക് മരം എനിക്ക് തരും. അല്ലെങ്കിൽ പിന്നെ 25,000-30,000 ഒക്കെ ആവും. അപ്പൊ പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. ഇപ്പം പോയാ മരുന്നിൽ നിൽക്കും, പിന്നെ ആയി കഴിഞ്ഞാൽ ഷോക്കിൽ നിൽക്കില്ല. ആര്? നീ. എല്ലാരും ഒന്ന് രക്ഷപ്പെടാനൊരു മാർഗം ഞാൻ പറഞ്ഞു കൊടുത്തപ്പം അവസാനം എല്ലാരും കൂടെ എന്നെ വട്ടനാക്കി. വേണമെങ്കിൽ മതി മാമനൊന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം. ഇപ്പൊ ഈ വർക്ക്ഷോപ്പും കൊണ്ട് വല്ലതും രക്ഷയുണ്ടോ? വർക്ക്ഷോപ്പ് കൊണ്ട് ഒരു വലിയ നേട്ടമൊന്നും ഇല്ലടേ. പണിയൊന്നും ഇല്ലല്ലോ. പണിയൊട്ട് അറിഞ്ഞുകൂടാ ആരും, അതൊരു ഘടകമാ. അതുപോലെ തന്നെ രാമന്റെ കാര്യം, അവനൊന്നും രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. ഇനി പിള്ളേരെയൊക്കെ കല്യാണം കഴിച്ച് വിടണ്ടായോ? വേണം. അപ്പൊ കുറച്ച് കാശ് അളിയനും കൊടുക്കണ്ടായോ? ഇതിനെല്ലാം കൂടെ ഒരു മാർഗമായിട്ട് ഞാനിപ്പോ കാണുന്നത് ഈ മരവാ. എനിക്കും അങ്ങനെ 100% വിശ്വാസം ഒന്നുമില്ല മാമ. വിശ്വാസം ഇല്ലേ? അല്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ മഡ്ഗാഡ് സിംഗിനെ എനിക്ക് വിശ്വാസമാണ്. പിന്നെ ഇതങ്ങ് വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ, ഇല്ലെങ്കിൽ 10,000 രൂപ പോകുന്നല്ലേ ഉള്ളു, അതങ്ങ് പോട്ടെന്ന് വെക്കും. കാശ് കിട്ടുകയാണെങ്കിൽ പ്രയോജനമല്ലേ, നമുക്കെല്ലാം രക്ഷപ്പെടുത്തിക്കൂടായോ? എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എവളെ ഒരു IAS കാരനെ കൊണ്ട് കെട്ടിക്കുക എന്നതാണ്. എവളെയാണെങ്കിൽ ഒരു IPS കാരനെ കൊണ്ട്. അതുകൊണ്ടേ ഇപ്പം തൽക്കാലം എൻ്റെ ഈ കാശ് ഇച്ചിരി കുറവാണ്. പിന്നെ മാമനൊരു 10,000 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തരണം കടവായിട്ട്. മാമ, എൻ്റെ പറമ്പിലെ മരം വിറ്റ കാശ് ഒരു 1.5 ലക്ഷം രൂപ അടുത്ത മാസം വരും. അത് കിട്ടിയാ ഉടനെ മാമന്റെ 10,000 ഒന്ന് തന്നേക്കും. തരുവോ? നോക്കട്ടെ, ചോദിക്കാൻ പറ്റൂ?
വിശ്വസിക്കാന്ന് പറയാം മാമൻ എന്നെ വിശ്വസിക്കണ്ട, ആ. പക്ഷെ മഡ്ഗാർഡ് സിംഗിനെ വിശ്വസിക്കാം. ആൾ അത്രയ്ക്ക് പെർഫെക്റ്റാ. വിശ്വസിക്കാവുന്ന മനുഷ്യൻ. തരാവോ? ഓ നോക്കട്ടെ നോക്കട്ടെ തരാം തരാം തരാമല്ലോ. എന്നാ പിന്നെ ഞാനേ ഒന്ന് എല്ലാം വെളിപ്പോയിട്ട് എല്ലാം ഒന്ന് തയ്യാറായി വരാം. ഒന്ന് പോയിട്ട് വാ. തിരുവല്ലയ്ക്ക് പോകണം. ആ. മാറ.